നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 11-ാം തീയതി, അതായത് 1201 മീനമാസം 28-ാം തീയതി ശനിവാരം. നാളെ ശനിയാഴ്ച സൂര്യോദയം 6:20-നും അസ്തമയം 6:32-നുമാകുന്നു തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. തലേദിവസം നാം ചർച്ച ചെയ്തത് കറുത്തപക്ഷത്തിലെ ദുർബലമായ അഷ്ടമി തിഥിയാണ്. ഇവിടെ കറുത്തപക്ഷത്തിലെ നവമി തിഥിയാണ്. നവമി തിഥിയുടെ ഒരു ദോഷം എന്താണ്? അത് റിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും നവമി റിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിഥി. തിഥി നന്നായാൽ ധനമുണ്ടാകും, ധനത്തിൻ്റെ ഒഴുക്കുണ്ടാകും. ഇവിടെ ധനത്തിൻ്റെ ഊനത്വം കുറവിനെയാണ് ഉണ്ടാക്കുക തിഥി ദുർബലമായാൽ. അങ്ങനെയുള്ള 3 തിഥികളുണ്ട്. ഒന്ന് ചതുർത്ഥി 4-ാമത്തെ തിഥി, മറ്റൊന്ന് 9-ാമത്തെ തിഥി നവമി, മറ്റൊന്നോ ചതുർദശി 14-ാമത്തെ തിഥി. അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്ക് നാളത്തെ ദിനം അത്ര അനുകൂലമല്ല എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. പിന്നീട് നാളത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 1:45 വരെ ഉത്രാടം നക്ഷത്രമാകുന്നു. നല്ല നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാകുന്നു. നാളെ ഉച്ചയ്ക്ക് 1:45 വരെയായാലും ഉച്ചയ്ക്ക് ശേഷം തിരുവോണമായാലും എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം പറയുന്ന നക്ഷത്രമാണ്. അത് ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്കൊഴിച്ചുള്ള മറ്റ് വിഷയങ്ങൾക്കൊക്കെ തന്നെ നാളത്തെ മുഹൂർത്തം അനുകൂലമാണ്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളെ ഏറ്റവും നല്ല ശുഭമുഹൂർത്തമായി 10:50 മുതൽ കാലത്ത് 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാം. സാമ്പത്തിക വിഷയം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. നാളെ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശനിയാഴ്ചയാണ്, ഉത്രാടം നക്ഷത്രമാണ്. നന്നായി ശിവനെ ഭജിക്കാം, ശിവക്ഷേത്രത്തിലേക്ക് പോകാം. ശിവന് പ്രിയപ്പെട്ട കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. ശനിയാഴ്ചയാകയാൽ ശനീശ്വരന് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. നാളെ വൈകിട്ട് തിരുവോണ നക്ഷത്രമാണ്. അതിനാൽ ശനിയാഴ്ചയും തിരുവോണവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹനുമാൻ സ്വാമിയും സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുമായി. വ്യാഴം വിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ വൈകിട്ട് ഹനുമാൻ അവൽ നിവേദ്യം, ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വൈകിട്ട് അത്യുത്തമമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.